നിലമ്പൂർ ഇലക്ഷനിൽ നമ്മൾ ചർച്ച പറഞ്ഞത് അൻവറിൻ്റെ നിലപാട് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. പക്ഷെ അൻവർ ഇടതുപക്ഷ മുന്നണിയായി സഹകരിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇടതുപക്ഷ മുന്നണിയുമായി തെറ്റിപ്പിരിഞ്ഞിട്ടാണ് MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പിണറായിസത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെച്ച് പോകുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിനെതിരെ ഒരു നിലപാടാണ് എടുക്കാനുള്ള സാധ്യത. പക്ഷേ അദ്ദേഹം ഓരോ ദിവസം എന്താ പറയുക, ഒരു സാധാരണ എന്താ പറയുക, ഒരു രാഷ്ട്രീയക്കാരൻ്റെ നിലവാരമില്ലാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ, രീതികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞൊരു പിണറായിസം എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിരുന്ന ആള് അൻവറിൻ്റെ ഇസത്തിന് വേണ്ടി മുന്നോട്ട് പോകാമെന്ന് പറയും. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ, അതിനു വേണ്ടി ഉള്ളൊരു എന്താ പറയുക, ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിൽ നിന്ന് മുഴുവനും വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തിന് അദ്ദേഹത്തോട് കൂടുതൽ ഒരു അവജ്ഞ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ നിലമ്പൂര് തെരഞ്ഞെടുപ്പിൽ UDF-നോ LDF-ൻ്റെ വിജയ പരാജയങ്ങളെ നിയന്ത്രിക്കാൻ അൻവർ ഒരു ഘടകമായിട്ട് വരുന്നൊരു അവസ്ഥ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത്. കാരണം അൻവറിന് UDF-നെ ജയിപ്പിക്കാനോ LDF-നെ ജയിപ്പിക്കാനോ സാധിക്കില്ല. കാരണം UDF-നെ തോൽപ്പിക്കാനോ LDF-നെ തോൽപ്പിക്കാനോ സാധിക്കില്ല. കാരണം ഇന്നത്തെ വർത്തമാന കാലഘട്ട രാഷ്ട്രീയത്തിനനുസരിച്ച് കേരളത്തിലെ പ്രബുദ്ധരായ ജനം, നിലമ്പൂരിലെ ജനം വ്യക്തമായൊരു നിലപാടുമായി അവർ വോട്ട് ചെയ്യുന്നു. അത് അവർ LDF-നെ അനുകൂലമായി അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി എന്നൊരു തരത്തിലുള്ളൊരു നിലപാടാണ് അവരെടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക, നമ്മളൊരു ജാഥയുടെ മുന്നിൽ നിന്ന് ജാഥ മുന്നിലും അതിന് മുന്നിൽ നിന്ന് കയറി നിൽക്കുന്ന രീതിയിലുള്ളൊരു സ്വഭാവങ്ങളാണ് അൻവർ കാട്ടിക്കൂട്ടുന്നത്. അത് പൊതുവെ കേരളീയ സമൂഹത്തിന് അൻവറിനോടുള്ളൊരു മതിപ്പ് കുറയാൻ ഇടയാക്കുന്നു എന്നാണ് മനസ്സിലായത്. കാരണം കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അൻവറിൻ്റെ നിലപാടുകളും ഇതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു മതിപ്പില്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും അൻവർ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുടെ പ്രസ്താവനകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് അൻവറിൽ ഒരു എന്താ പറയുക, ഒരു താല്പര്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളരെയധികം പ്രാധാന്യത്തോടെ കൽപ്പിക്കുന്നുണ്ടെങ്കിലും പൊതുജനത്തിന് അദ്ദേഹത്തിനോട് പ്രത്യേകിച്ചൊരു താല്പര്യം ഉള്ള അവസ്ഥ ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് അൻവറിന് നിലമ്പൂര് ഇലക്ഷനിൽ കാര്യമായിട്ട് റോളുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിക്കാനും കഴിവ് തെളിയിക്കാനും ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ കഴിവ് തെളിയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾ UDF-ന് പിന്തുണയ്ക്കേണ്ട, LDF-ന് പിന്തുണയ്ക്കേണ്ട. കാരണം അദ്ദേഹം വളരെ ശക്തനും കരുത്തിനും വളരെ ജനകീയനുമാണെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കുന്നതുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥി ആയി വന്ന് മത്സരിച്ച് അവിടെ ജയിച്ച് കഴിവ് തെളിയിക്കണം. കാരണം നമ്മളിപ്പോൾ തൃശ്ശൂരുള്ള ആളാണ്, നിലമ്പൂരിനെ പറ്റി നമുക്കറിയാൻ പറ്റില്ല. എങ്കിലും അദ്ദേഹത്തിന് കഴിവ് തെളിയിക്കാനായിട്ട് യഥാർത്ഥ ശക്തി, PV അൻവറിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് അദ്ദേഹം തെളിയിക്കേണ്ടത് നിലമ്പൂർ ഇലക്ഷനിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം. അദ്ദേഹം ഒരു ഫൈറ്ററാണ്. ആ ഫൈറ്റിൽ അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിക്കട്ടെ. അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഇവിടെയും നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ.